തൃശൂർ ചാലക്കുടി പോട്ടയിലെ ബാങ്ക് കവർച്ചാ കേസ് പ്രതി പിടിയിലായത് പോട്ട ആശാരിപ്പറ സ്വദേശി റിജോ ആന്റണിയാണ്. മോഷ്ടിച്ച 10 ലക്ഷം രൂപ അയാളുടെ പക്കൽ നിന്ന് കണ്ടെടുത്തു. പ്രതി ആഡംബര ജീവിതം നയിക്കുന്നയാളാണെന്നും മോഷ്ടിച്ചത് കടം വീട്ടാനാണെന്നുമാണ് മൊഴി. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നുണ്ട്. അനീഷ്, പ്രതിയെ 48 മണിക്കൂറിനകം തന്നെ പോലീസിന് പിടികൂടാനായി. അതോടൊപ്പം തന്നെ ഈ മോഷ്ടിച്ച പണത്തിൽ നിന്ന് 10 ലക്ഷം രൂപയാണ് കണ്ടെടുക്കാനായിട്ടുള്ളത്. നിലവിൽ എങ്ങനെയാണ് നടപടികൾ പുരോഗമിക്കുന്നത്? ഈ പ്രതിയുടെ ചോദ്യം ചെയ്യൽ അടക്കമുള്ള നടപടികൾ എന്തായി? അതുല്യ, അല്പം മുമ്പാണ് റൂറൽ എസ്.പി ഇതുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനം നടത്തിയത്. പോലീസിന്റെ കൂട്ടായ പ്രവർത്തനമാണ് ഇത്രയും വേഗം, അതായത് 2 ദിവസം പിന്നിടുമ്പോഴേക്കും പ്രതിയെ പിടികൂടാനായത് എന്നാണ് റൂറൽ എസ്.പി പറഞ്ഞത്. പ്രതിക്ക് 1/2 കോടിയോളം രൂപ കടബാധ്യതയുണ്ട്. ഈ കടം വീട്ടാനാണ് പ്രതി ഇത്തരത്തിലൊരു മോഷണം നടത്തിയത്. മോഷണം ആഴ്ചകൾക്ക് മുൻപേ ഇയാൾ പ്ലാൻ ചെയ്തിരുന്നു. വളരെ പ്ലാൻ ചെയ്ത് നടത്തിയ ഒരു മോഷണം എന്നായിരുന്നു പോലീസ് പറഞ്ഞത്. ഈ പ്രതി മോഷണ ദിവസത്തിന് മുൻപ് മറ്റൊരു ദിവസം ഈ ബ്രാഞ്ചിലെത്തിയിരുന്നു. ബ്രാഞ്ചിൽ ആളില്ലാത്ത സമയവും അതുപോലെ തന്നെ ക്യാഷ് കൗണ്ടറിന്റെ സ്ഥാനവും ഉൾപ്പെടെ CCTVയുടെ സ്ഥാനങ്ങളും ഉൾപ്പെടെ പ്രതി നോക്കി വെച്ചിരുന്നു. പ്രതി എല്ലാ ഞായറാഴ്ചയും കുർബാനയ്ക്ക് എത്തിയിരുന്നത് ഈ ബാങ്കിന് എതിർവശത്തുള്ള പള്ളിയിലാണ്. അതുകൊണ്ട് തന്നെ പ്രതിയുടെ കൺമുൻപിൽ ആദ്യം പെട്ടത് ഈ ഫെഡറൽ ബാങ്ക് പോട്ട ശാഖയാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രതി അവിടെ മോഷണത്തിനായി പദ്ധതിയിട്ടത്. പിന്നീട് ബ്രാഞ്ചിലേക്ക് വരുന്നു, ബ്രാഞ്ചിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നു. ഈ മോഷണ ദിവസം തിരക്ക് കുറഞ്ഞ ദിവസമാണെന്നുള്ളൊരു കണ്ടെത്തൽ കൂടി പ്രതി നേരത്തെ നടത്തിയിരുന്നു. അത്തരത്തിലുള്ള വലിയൊരു പ്ലാനിങ്ങോട് കൂടിയാണ് പ്രതി മോഷണം നടത്തിയത്. ഇതിനു ശേഷമാണ് ഇയാൾ വ്യാജ നമ്പർ പ്ലേറ്റ് ഇയാളുടെ തന്നെ സ്വന്തം പേരുള്ള വണ്ടിയുടെ വ്യാജ നമ്പർ പ്ലേറ്റ് ഒപ്പിക്കണമെന്ന ചിന്ത വന്നത്. തുടർന്ന് ചാലക്കുടി പള്ളി പെരുന്നാളിനെത്തിയ മറ്റൊരു ബൈക്കിന്റെ നമ്പർ പ്ലേറ്റ് ഊരിമാറ്റി തുടർന്ന് ഇയാളുടെ വണ്ടിയിൽ ഘടിപ്പിച്ചു. ഇതിനുശേഷമാണ് ഇയാൾ മോഷണത്തിനായി എത്തിയത്. മോഷണശേഷം ഇയാൾ ഈ പറയുന്ന ആദ്യം പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനായി എറണാകുളം ഭാഗത്തേക്ക് പോയി, പിന്നീട് തിരികെ വന്നതിന് ശേഷം പേരാമ്പ്ര വരെ എത്തി, പിന്നീട് ഉൾവഴികളിലേക്ക് തിരിഞ്ഞു. ഇതോടെ പോലീസിന് ഈ പ്രദേശത്തുള്ള ഒരു ആള് തന്നെയാണ് ഈ മോഷണത്തിന് പിന്നിലെന്ന് മനസ്സിലായി. മലയാളി എന്നുള്ള വിവരം മനസ്സിലായി. കാരണം CCTV ഉൾപ്പെടെ വലിയ 100 കണക്കിന് CCTV ദൃശ്യങ്ങളാണ് പോലീസ് സംഘം പരിശോധിച്ചെന്നാണ് റൂറൽ എസ്.പി പറഞ്ഞത്. ഇതിൽ നിന്നാണ് പ്രതി പേരാമ്പ്ര വിട്ട് തൃശൂർ ഭാഗത്തേക്ക് പോന്നിട്ടില്ല എന്നുള്ള വിവരം മനസ്സിലായത്. പിന്നീട് ഈ നമ്പർ പ്ലേറ്റ് വ്യാജമാണെന്ന് കണ്ടെത്തി. പിന്നീട് ഈ TVS എൻടോർക്ക് പ്രതി സഞ്ചരിച്ച പ്രതിയുടെ ഉടമസ്ഥയിലുള്ള TVS എൻടോർക്ക് ബൈക്കിനെ കുറിച്ചായി അന്വേഷണം. അത്തരത്തിൽ ആ മേഖലയിലുള്ള TVS എൻടോർക്ക് എത്ര പേർക്കുണ്ട്, അവരാരെല്ലാമാണ് എന്നതുൾപ്പെടെ അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നു. അങ്ങനെയൊക്കെയാണ് നിരവധി CCTV ദൃശ്യങ്ങളും അതുപോലെ തന്നെ ഈ ബൈക്കിനെയും കേന്ദ്രീകരിച്ചൊക്കെ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ എത്രയും പെട്ടെന്ന് തന്നെ പോലീസിന് പ്രതിയിലേക്ക് എത്താനായി കഴിഞ്ഞത്. ഈ പ്രതിയുടെ അയൽവാസികൾ, ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞ പോലെ പ്രതിയുടെ അയൽവാസികൾ ഒരിക്കലും ഇയാൾ ഇത്തരത്തിലൊരു കുറ്റകൃത്യം ചെയ്യുന്ന ആളല്ല എന്നായിരുന്നു ധാരണ. കാരണം വലിയ ഒരു സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബമായിരുന്നു ഇയാളുടെതെന്നായിരുന്നു അയൽവാസികളിലൊക്കെ വിവരം. ഭാര്യ വിദേശത്ത് കുവൈറ്റിൽ നേഴ്സായി ജോലി ചെയ്യുന്നു, മക്കളുണ്ട്, കുടുംബത്തോടൊപ്പമാണ് ഇയാൾ താമസിക്കുന്നത്. അയൽവാസികളോട് വളരെ സൗമ്യമായ പെരുമാറ്റം ഒക്കെ ഉള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഈ മോഷണം നടന്നിട്ടും ഇങ്ങനെയുള്ള ഒരു വണ്ടി ഇയാൾ ഉപയോഗിച്ച് കണ്ടിട്ട് പോലും അയൽവാസികൾക്ക് ആർക്കും ഇയാളാണോ ഈ കവർച്ചയ്ക്ക് പിന്നിലെന്നുള്ള ഒരു തരത്തിലുമുള്ള സംശയവും അയൽവാസികൾക്കുണ്ടായില്ല. പക്ഷേ പോലീസിന് കൃത്യമായി ഇയാളെ പിന്തുടർന്ന് വീട്ടിലേക്ക് എത്താൻ സഹായിച്ചു. പോട്ട ആശാരിപ്പറ സ്വദേശിയാണ് ഇയാളുടെ വീട്ടിൽ വെച്ച് തന്നെയാണെന്ന് വൈകിട്ടോടെ പോലീസ് ഇയാളെ പിടികൂടിയത്. ഇയാൾ മോഷ്ടിച്ച ശേഷം വിവിധ ഇടവഴികളിലൂടെ, വീടിന് സമീപത്തൊക്കെയുള്ള ഇടവഴിയിലൂടെ പോയി അടിക്കടി വസ്ത്രം മാറി. ഈ മോഷണത്തിന് മുൻപ് ഇയാളുടെ വാഹനത്തിന്റെ 2 മിററുകളും അഴിച്ചു മാറ്റി വെച്ചിരുന്നു. അതിനുശേഷം ഇയാൾ ഇത് ഫിറ്റ് ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തി. വസ്ത്രങ്ങൾ പലതവണ ഇയാൾ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ മാറിയപ്പോഴും ഇയാൾ ഹെൽമെറ്റ് മാറാതെ നോക്കി. ഹെൽമെറ്റ്, ഗ്ലൗസ്, ജാക്കറ്റ്, അതുപോലെ തന്നെ ഹെൽമെറ്റിനുള്ളിൽ മാസ്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ധരിച്ചാണ് ഒരു കാരണവശാലും ഇയാൾ പിടിക്കപ്പെടരുതെന്ന മുൻവിധിയോടുകൂടിയാണ് ഇയാൾ മോഷണം നടത്തിയത്. പക്ഷേ പോലീസിന്റെ കൃത്യമായ കൂട്ടായ പ്രവർത്തനവും ഒക്കെ ആണ് ഇയാളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരാൻ കഴിഞ്ഞത്. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ നിരവധി 100 കണക്കിന് CCTV വളരെ ഞായറാഴ്ചയായിട്ട് പോലും വിവിധ സ്ഥാപനങ്ങളിലെ ഉടമസ്ഥർ വീട്ടിലായിട്ട് പോലും അവരെ വിളിച്ചു വരുത്തിയാണ് ഈ CCTV ദൃശ്യങ്ങളൊക്കെ പലതും പരിശോധിച്ചെന്നാണ് റൂറൽ എസ്.പി പറഞ്ഞത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഇയാൾ ചാലക്കുടി DYSP ഓഫീസിലുണ്ട്. പത്രസമ്മേളനം നടത്തിയ ശേഷം ഇപ്പോൾ നിലവിൽ ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്. ഇയാൾ ഈ മോഷ്ടിച്ച പണത്തിൽ നിന്ന് 2,90,000 രൂപ ഒരാൾക്ക് കടം നൽകാനുണ്ടായിരുന്നു. ആ കടം വീട്ടി എന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞത്. ബാക്കി പണത്തിൽ നിന്ന് ഇയാൾ ഒരു വലിയ വിലയുള്ള മദ്യക്കുപ്പിയും വാങ്ങിയെന്ന്
എന്ന് ഇയാൾ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. ബാക്കി പണം, അതായത് 10 ലക്ഷം രൂപയോളം ഇയാൾ ഒരു സ്ഥലത്ത് സൂക്ഷിച്ചു വെച്ചതായും പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. പോലീസിന് ഈ പണം വീണ്ടെടുക്കാനായിട്ടില്ല. അത് ഈ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെ പൂർത്തിയാകേണ്ടതുണ്ട്. അതിനുശേഷമാണ് പണം എവിടെയാണ് വെച്ചിട്ടുള്ളത് അതുൾപ്പെടെ കണ്ടെത്തേണ്ടതുണ്ട്. ബാക്കി പണം, ബാക്കി 10 ലക്ഷം രൂപ കണ്ടെത്തുകയാണെങ്കിൽ ബാക്കി 5 ലക്ഷം രൂപയിൽ ബാക്കിയുള്ള പണം ഇയാൾ എന്ത് ചെയ്തു, മദ്യം വാങ്ങിയതും 2,90,000 രൂപ കടം വീട്ടിയതും കൂടാതെയുള്ള പണം എന്ത് ചെയ്തു എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി പോലീസ് വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. എന്തായാലും ദ്രുതഗതിയിൽ ഈ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിക്കുമെന്ന് തന്നെയാണ് പോലീസ്, അതായത് റൂറൽ SP വാർത്താ സമ്മേളനത്തെ അറിയിച്ചത്. അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് കടക്കും. നാളെ തന്നെ തെളിവെടുപ്പ് എല്ലാ കാര്യങ്ങളും നടത്തും. തുടർന്ന് കോടതിയിൽ ഹാജരാക്കും. ഉൾപ്പെടെയുള്ള നടപടികൾ അതിവേഗത്തിൽ തന്നെ പൂർത്തിയാക്കും എന്നാണ് പോലീസ് പറഞ്ഞത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഇയാൾ ചാലക്കുടി DYSP ഓഫീസിൽ ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ് തുല്യ.